കോട്ടൺ ഡ്രസ്സുകൾ, നല്ല ഡ്രസ്സുകൾ കളർ പോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മോശമായി പോയല്ലോ എന്നുള്ളൊരു കാരണത്താൽ, കളറില്ലല്ലോ എന്നുള്ള കാരണത്താൽ നമ്മളത് മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഡ്രസ്സ് കളയണ്ട, അത് പുത്തൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കളർ ഡൈയിങ് എന്നുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സിബൂസ് മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കൈവശമുള്ളത് ജീൻസാണ്. ജീൻസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ഡ്രസ്സാണ്. കോട്ടൺ ഡ്രസ്സുകളിലാണ് ഇങ്ങനെ നമുക്ക് വീടുകളിൽ തന്നെ കളർ അതായത് ഡൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഈ ജീൻസിൻ്റെ കളറെല്ലാം പോയിട്ട് മൊത്തത്തിൽ നരച്ച് നാശമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു 3 ജീൻസ് ഇതേ പ്രശ്നത്തിൽ തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നല്ല വിലയുള്ള ജീൻസുകളാണ് എല്ലാം തന്നെ. പക്ഷെ അത് കളറില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയത് നമ്മുടെ ജീൻസിൻ്റെ കളർ ഏതാണോ അതനുസരിച്ചുള്ള ഒരു കളർ വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീൻസിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് വാങ്ങിയിരിക്കുന്നത്. ചെറിയൊരു പാക്കറ്റാണ്. ഈ പാക്കറ്റിൽ വളരെ കുറച്ച് കളർ മാത്രമേ ഉള്ളൂ. അതൊരു ജീൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അളവ് ഉണ്ട് താനും. അപ്പോൾ ഇതിൻ്റെ വില 20 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ ഫാൻസി ഷോപ്പുകളിലും അതോടൊപ്പം ലേഡീസ് സെൻറ്റർ പോലെയുള്ള ചെറിയ കടകളിലൊക്കെ ധാരാളമായിട്ട് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾക്ക് വേണ്ടത് കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. കല്ലുപ്പ് കിട്ടാത്തവർ പൊടിയുപ്പ് ഉപയോഗിക്കുക. അതോടൊപ്പം കുറച്ച് ഇത് നനഞ്ഞ് കിടക്കത്തക്ക രീതിയിലുള്ള ചൂടുവെള്ളം, അത്രയും ചൂടുവെള്ളം. അപ്പോൾ ചൂടുവെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂടുവെള്ളം ബക്കറ്റിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബക്കറ്റിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇടുകയാണ്. ഇതെന്തോരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക അളവൊന്നുമില്ല. എന്നാലും ഇത് കളറ് പോകാതെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മെത്തേഡ് ആയിട്ടാണ് ഈ കല്ലുപ്പ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പിട്ട ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഈ കല്ലുപ്പ് ഇതിനകത്തേക്ക് മിക്സ് ആക്കണം. ഇത് കല്ലായിട്ട് കിടക്കത്തില്ല. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പച്ചവെള്ളത്തിൽ ഇടും പോലെ അല്ല, പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നോളും. കണ്ടോ, ഇത് മൊത്തത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന 20 രൂപയുടെ കളറാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. പൗഡറായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ബ്ലാക്ക് കളറാണ്. ജീൻസിൻ്റെ കളറ് അല്ലെങ്കിൽ കോട്ടൺ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ ആ കളറ് സെയിം കളർ വാങ്ങിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. നാച്ചുറൽ കളർ തന്നെ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ നരച്ച ജീൻസ് കോട്ടൺ ആണ്. ഇതിനകത്തേക്ക് മുക്കി കൊടുക്കുകയാണ്. നല്ല ചൂടുള്ളത് കൊണ്ട് ഈ തവി ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഒന്ന് ഇതിനകത്തേക്ക് മുക്കി കൊടുക്കാം. നന്നായിട്ട് ഇമ്മേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 തവണ എടുത്തു പൊക്കി എല്ലാ സ്ഥലങ്ങളിലും നനവ് കിട്ടത്തക്ക രീതിയിൽ, അതായത് കളർ എത്തത്തക്ക രീതിയിൽ നമ്മളിത് മുക്കി കൊടുക്കുന്നു. ഇനി ജീൻസ് ഇതിനകത്ത് മുങ്ങി 1 മണിക്കൂറെങ്കിലും മിനിമം ഇതിനകത്ത് മുങ്ങിക്കിടക്കണമെന്നുള്ളതാണ്. അങ്ങനെ 1 മണിക്കൂർ, കമ്പനിയൊക്കെ പറയുന്നത് അരമണിക്കൂറാണ്. എന്നാലും 1 മണിക്കൂറോളം ഇതിനകത്ത് മുങ്ങിക്കിടന്നെങ്കിൽ മാത്രമേ ഇത് ശരിക്കും കളർ പിടിക്കുകയുള്ളൂ. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളതാണ്. ഏതൊരു ജീൻസ് ആണേലും നിങ്ങൾക്കറിയാം, വാങ്ങിച്ച് പുതിയതായിട്ട് വന്നാലും അത് നനച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ കളർ ഇളകി പോകാറുണ്ട്. ഇതും കുറച്ച് അതുപോലെ ആദ്യത്തെ 1-2 വാഷിൽ ഇളകി പോകും. അതുകൊണ്ട് പിന്നീട് നിങ്ങൾ വാഷ് ചെയ്യുന്നത് മറ്റു തുണികൾ ആയിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്യരുത്. 1-2 തവണ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റു തുണികളുമായിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ശരിക്കും നനഞ്ഞ ഫുള്ളായിട്ട് താന്നിരിക്കത്തക്ക രീതിയിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. 1 മണിക്കൂർ ശേഷം 1-1.5 മണിക്കൂർ ആയാലും യാതൊരു പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ഇത് ഈ കളർ പിടിക്കുകയൊന്നുമില്ല. എന്നാൽ ചെറിയ തോതിലൊക്കെ പിടിച്ചു വരികയുള്ളൂ. അപ്പോൾ ഏതൊക്കെയായാലും ഇതിനകത്ത് നന്നായിട്ട് കളർ മുക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പിഴിയാതെ അഴയിലോട്ട് ഇട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് പിഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പിടിച്ചു വന്നിരിക്കുന്ന കളറ് പല പാണ്ട് പോലെ പിടിക്കാനുള്ള സാധ്യത ഉള്ളതിനാലാണ് പറയുന്നത് പിഴിയരുത്. നന്നായിട്ട് അഴയിലിട്ട് ഇത് വാർന്ന്
പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇട്ടെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലിപ്പ് ഉപയോഗിച്ച് ഇത് ഷെയ്ഡിൽ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം വേണം പിന്നെ പച്ചവെള്ളത്തിൽ കഴുകി ഇത് ഉപയോഗിക്കാൻ. എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ കളറിൽ നിന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കഴുകി എടുത്ത് ഉപയോഗിക്കാമെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് ഇപ്പോൾ ഒരു 80% കളർ ശരിയായിട്ട് ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലിട്ട് മുക്കിയെടുക്കുമ്പോഴത്തേനും ഒരു 60% കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഡ്രൈ ആയതിന് ശേഷം മാത്രം പിന്നീട് നിങ്ങൾ പച്ചവെള്ളത്തിലിട്ട് കഴുകി വേണം ഇത് ഉപയോഗിക്കാൻ. ഈ അഴയിലോട്ട് ഇടുകയാണ്. അപ്പോൾ എൻ്റെ ജീൻസ് ഊർന്ന് നിലത്തി അടി പോകാതെ ഫോൾഡ് ചെയ്യാതെ നിവൃത്തി തന്നെയാണ് ഇത് തൂക്കിയിട്ടിരിക്കുന്നത്. ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടങ്ങിയിരിക്കുന്നിടത്ത് വെള്ളം കെട്ടിക്കിടക്കാനും അവിടെ കളർ കൂടുതലായി കാണാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നൂർത്തി തന്നെ ഇട്ടിരിക്കുന്നത്. മറ്റ് കളർ ഈ ബ്ലാക്ക് ആണെങ്കിൽ അത്രമാത്രം പ്രശ്നമൊന്നുമില്ല. മറ്റേതെങ്കിലും കളറാണെങ്കിൽ അങ്ങനെ മടങ്ങിക്കിടക്കുന്നിടത്ത് കൂടുതലായിട്ടുള്ളൊരു ഷെയ്ഡ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിവർത്തി തന്നെ ഇത് അടയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇടുക. ഇത് നന്നായിട്ട് ഷെയ്ഡിൽ കിടന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. അതിന് ശേഷം വേണം വെള്ളത്തിൽ കഴുകി ഇത് ഉപയോഗിക്കാൻ. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പാൻറ് ഷെയ്ഡിൽ കിടന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയി. ഇനി നമുക്ക് ഈ ക്ലിപ്പൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് പച്ചവെള്ളത്തിലൊന്ന് ഇട്ട് കഴുകാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, കളറ് പോയിരിക്കുന്ന ഈ ഭാഗങ്ങൾ നമ്മുടെ ഈ പുറം സൈഡാണല്ലോ, ആ സൈഡെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാലും ഉള്ളിൽ വരുന്ന ഭാഗം കണ്ടല്ലോ, വൈറ്റ് കളറുള്ള ഭാഗം അവിടെ ഒന്നും പിടിച്ചിട്ടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡിൻ്റെ നൂലിൻ്റെ കളറുകളൊന്നും ബ്ലാക്കായി പോയിട്ടില്ല. എന്നാൽ പുതിയത് കിട്ടുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴുകി നോക്കാം എത്രമാത്രം കളറ് ഇതിൽ നിന്ന് ഇളകി പോകുമെന്ന്. ഇത് പച്ചവെള്ളമാണ് സാധാരണ കഴുകാനുള്ളത്. നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി. വെറുതെ പച്ചവെള്ളത്തിൽ മാത്രം കഴുകിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടോ? ഇത് പച്ചവെള്ളത്തിൽ കഴുകി. ഒരുപാട് കളറൊന്നും ഇളകിയിട്ടില്ല. ഇത് 1-2 തവണത്തെ വാഷിംഗ് ടൈമിൽ ഇതുപോലെ കളർ ഇളകി പോകും. പിന്നീട് അത് ഇളകാറില്ല. പുതിയ ജീൻസ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ടൊക്കെ കഴുകുമ്പോൾ കളർ ഇളകിയിട്ടുള്ള ഒരനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതാണ് ആ കളറ്, ഇളകി പോന്നിരിക്കുന്ന കളറാണ്. ഇനി ഇത് ഉണങ്ങി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 2 അല്ലെങ്കിൽ 3 വാഷിംഗ് വരെ ചെറുതായിട്ട് കളർ ഇളകി പോവും. പിന്നീട് കുഴപ്പമൊന്നുമില്ല. പുതിയത് കിട്ടിയപ്പോൾ ഏത് കളറിലായിരുന്നു അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മനസ്സ് കാണിക്കുക. അതോടൊപ്പം നമുക്ക് മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.